കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ വിശദീകരണവുമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് രംഗത്ത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ EDയോ CBIയോ അന്വേഷണത്തിന് ഇല്ല എന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും MD TA ജോസഫ് പറഞ്ഞു. കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നത് താനാണെന്നും MD TA ജോസഫ് അറിയിക്കുന്നു. വളരെ എസ്റ്റീംഡ് ക്ലയൻസ്, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധറാക്കേണ്ട. നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു പൈസ പോലും നഷ്ടപ്പെടും. അതിനെപ്പറ്റി ബോധറാക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ ആക്ച്വലി ദ ബാംഗ്ലൂർ ഡിവിഷൻ വാസ് റൺ ബൈ ചെയർമാൻ ആൻഡ് കേരള ഡിവിഷൻ റൺ ബൈ മീ. ദാറ്റ് വാസ് ദ ഇക്വേഷൻ. സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇടപെടില്ല. അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും, ബാംഗ്ലൂരിലെ കാര്യങ്ങൾ അതേപോലെ നടക്കും. അവിടെയും എന്റെ സഹായങ്ങൾ കൊടുക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ എന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഈ വേറെ ക്ലയൻസുകളില്ല ഇനി. അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം. മുന്നോട്ട് പോയി അന്നു വേണ്ട ആഹാരത്തിനുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പുറത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ ഇവിടത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 അത്രേ ഉള്ളൂ. അപ്പൊ അതെല്ലാം നിർത്തുക. എന്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് വറി, ബി ഹാപ്പി, വി ആർ ദേർ, വി ആർ വിത്ത് യു. അവർ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ എന്ന് ഒരു 15-20 വർഷമായിട്ട് നടക്കുന്ന അതേ സ്ട്രെങ്ത്തിലും അതേ ഫോഴ്സിലും അതേ കപ്പാസിറ്റിയിലും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കും അതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ കഴിഞ്ഞ ദിവസമാണ് CJ റോയ് അതായത് നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ സ്വയം ജീവനൊടുക്കിയത്. ഇതേ തുടർന്ന് അതിൽ നിക്ഷേപം നടത്തിയ നിരവധി ആളുകൾ ഏറെ ആശങ്കയിലായിരുന്നു. അപ്പോഴാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. കേരളത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് താനാണ് എന്ന് MD തന്നെ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ആർക്കും ഒരാശങ്കയുടെ കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. വിശദീകരണവുമായി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കോൺഫിഡന്റ് ഗ്രൂപ്പ് MD തന്നെ രംഗത്ത് വരികയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയവർക്ക് പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഉടമ മരണപ്പെട്ടതോടുകൂടി ഏറെ ആശങ്കയിലായിരുന്നു പണം മുടക്കിയ നിരവധി ആളുകൾ. പക്ഷേ ഇപ്പോൾ MD തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നുവല്ലോ. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. വിനോദ്, CJ റോയിയുടെ മരണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഔദ്യോഗികമായിട്ടൊരു വിശദീകരണത്തിലേക്ക് കടക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള TA ജോസഫ് സമൂഹ മാധ്യമത്തിലൂടെയാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഔദ്യോഗിക പേജിലൂടെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നിക്ഷേപകർക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട എന്നാണ് പറയുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ EDയോ CBIയോ ഇല്ല. കള്ളപ്പണ ഇടപാട് കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തിയിട്ടില്ല. ബാംഗ്ലൂരിലെ കാര്യങ്ങളായിരുന്നു ചെയർമാനായിരുന്ന CJ റോയ് നോക്കിയിരുന്നത്. അവിടെ ജോയിന്റ് വെഞ്ചർ അടിസ്ഥാനത്തിലുള്ള മാസ്റ്റർ ഡെവലപ്പർ എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും താനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നതെന്നും MD TA ജോസഫ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഉണ്ടാകും. കേരളത്തിലെയും ബാംഗ്ലൂരിലെയും കാര്യങ്ങളിൽ കൃത്യമായ ഒരു ശ്രദ്ധ, ഗൗരവകരമായിട്ടുള്ള ശ്രദ്ധ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നിക്ഷേപകർക്ക് അക്കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ഇഡിയുടെ അന്വേഷണമോ അല്ലെങ്കിൽ CBIയോ കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ ഇല്ല. ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ യൂട്യൂബേഴ്സ് അടക്കം നൽകുന്നുണ്ട്. അതിലൊന്നും വാസ്തവം ഇല്ല എന്നുള്ളതാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD ആയിട്ടുള്ള TA ജോസഫ് ഈ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ പറയുന്നത്. നേരത്തെ ഈ CJ റോയിയുടെ മരണത്തിന് ശേഷം വലിയ രീതിയിൽ വിവാദങ്ങൾ തലപൊക്കിയിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ട് കുടുംബം തന്നെ നേരിട്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പോലീസിന്റെ അന്വേഷണത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന വാദങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് യാതൊരുവിധ സമ്മർദ്ദവും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചെലുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശദീകരണം. അത് ശരിയാണെന്ന് പോലീസും പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 3-ാം തീയതി ഒരു വാർത്താ സമ്മേളനം കോൺഫിഡന്റ്
ഗ്രൂപ്പ് വിളിച്ചതാണെങ്കിലും പിന്നീട് അത് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഒരു വീഡിയോയിലൂടെ നിക്ഷേപകർക്ക് അവർക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട എന്നുള്ളതിന്റെ ഒരു മറുപടി, ഒരു വിശദീകരണം ഔദ്യോഗികമായിട്ട് തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്വന്തം പേജിലൂടെ ഇറക്കുന്നത്. എന്തായാലും ടി എ ജോസഫ് നാളെ മുതൽ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും നോക്കാനായിട്ട് കൊച്ചിയിലെ ഓഫീസിൽ തന്നെ ഉണ്ടാകുമെന്നും ഈ വ്യാജ പ്രചരണങ്ങൾ അത് കൂടുതലായിട്ട് യൂട്യൂബേഴ്സ് ഇറക്കുന്നുണ്ട്, അതിലൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നുമാണ് നിക്ഷേപകർക്ക് അദ്ദേഹം നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. വളരെ വ്യക്തമാണ്. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പ് MD അതിൽ പണം നിക്ഷേപിച്ചവർക്ക് ആശങ്കയുടെ കാര്യമില്ല, കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, കള്ളപ്പണ ഇടപാടുകളില്ല, EDയോ CBIയോ തങ്ങളുടെ ഗ്രൂപ്പിന് നേരെ അന്വേഷണങ്ങൾ നടത്തുന്നില്ല എന്നും വിശദീകരണം നൽകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.